എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയും ആദർശം കൂടി അമ്പലത്തിലോട്ട് വന്നിറങ്ങുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുമായിരുന്നു. നേരം ഇവരെ കാണുന്നത് മുത്തശ്ശി കണ്ടു. ദേ നമ്മൾ ആഗ്രഹിച്ചിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നു എന്ന് പറയുമ്പം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ തൊഴുതുകൊണ്ട് നിന്നപ്പോൾ ഒന്ന് ആഗ്രഹിച്ചായിരുന്നു അവരെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന്. അത് ഭഗവാൻ സാധിച്ചു തന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഇവരടുത്ത് വന്നു കഴിയുമ്പോഴേക്കും മുത്തശ്ശ എന്ന് വിളിക്കുന്നത് മുത്തശ്ശൻ പറയുന്നത്, വീട്ടിൽ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ്. ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് നടന്നു പോകും. ആകെ വിഷമമാവുന്നുണ്ട് ആദർശനും നയനയ്ക്കും. നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ മുത്തശ്ശൻ്റെ സ്വഭാവം മാറിപ്പോയത്. ഇപ്പോൾ ആകെ വിഷമത്തിലാണ്. ഇപ്പോഴും എൻ ജ്വല്ലറിയുടെ പരസ്യമൊക്കെ പത്രത്തിൽ വരുന്നത് എടുത്തു നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാം എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശി ആ ഒരു വീഴ്ച എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, അതുപോലൊരു വീഴ്ച മാത്രമാണ് നമുക്ക് സംഭവിച്ചത്, നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കയറി വരും, അല്ലാതെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കണേ എന്നാണ് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചത് ഭഗവാനോട് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാനല്ല, മുത്തശ്ശൻ്റെ പിറന്നാൾ മാസമല്ലേ ഇത്, അതുകൊണ്ട് മുത്തശ്ശിന് വേണ്ടി പ്രാർത്ഥിക്കാനും മുത്തശ്ശിന് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്യാനും ഒക്കെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയെ. അന്നേരം നയന പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നൊന്നുമല്ല, ആദർശേട്ടൻ ആണ് എന്നെ ഓർമ്മിപ്പിച്ചത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ശയനപ്രദക്ഷിണം ഒന്നും ചെയ്യണമെന്നില്ല, നിങ്ങളുടെ മനസ്സ് മുത്തശ്ശൻ്റെ കൂടെ മതി, അത്രയേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് നേരം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ, ഏതായാലും നിങ്ങൾ പോയി തൊഴുത് ഇറങ്ങുക, നന്നായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നു. നയനോടും കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശി ഇങ്ങോട്ട് പോരുന്നു. ഈ സമയം മുത്തശ്ശൻ കണ്ണാടി കൂടി ഇവർ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നേ. ഏതായാലും വണ്ടിയിലേക്ക് വന്ന് കയറിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, കൊച്ചുമക്കൾ എന്തിനാണ് വന്നതെന്ന് അറിയാവോ, വേറെ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങളുടെ പിറന്നാൾ മാസം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വഴിപാട് ചെയ്യാനും ശയനപ്രദക്ഷിണം നടത്താനും ഒക്കെയാണ് അവരിങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുവാണ്, ശയനപ്രദക്ഷിണം ഒന്നും ചെയ്യണ്ടായിരുന്നു, ഞാൻ ഒരെണ്ണം ചെയ്തപ്പോൾ തന്നെ ക്ഷീണിച്ചു, അവൻ അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവനോട് അവിടെ പോയി പറയാൻ പറ്റുമോ നിങ്ങളുടെ മനസ്സിങ്ങനെയാന്ന്, അതുകൊണ്ട് ഇതൊക്കെ അതിൻ്റേതായ രീതി മുന്നോട്ട് പോട്ടെ, അതേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഏതായാലും അവരവിടെ നിന്ന് പോരുവാണ്. ഈ സമയം ആദർശം നയനയും അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്നു. തിരുമേനി വരുമ്പോൾ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ മേടിക്കും. അതുപോലെ മുത്തശ്ശന് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്യാനാണ് വന്നത് എന്ന് പറയുമ്പം തിരുമേനി അറിയാതെ, നിങ്ങളുടെ മുത്തശ്ശനും എന്നിങ്ങനെ പറഞ്ഞിട്ടൊക്കെ നിർത്തും. അന്നേരമാണ് ഓർത്തത്, മുത്തശ്ശൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്ത കാര്യമൊന്നും ഇനി ആരോടും പറയാൻ നിൽക്കണ്ടെന്ന്, അതുകൊണ്ട് അങ്ങ് നിർത്തുവേ. അന്നേരം രണ്ടുപേരും സംശയിച്ചിട്ട് ഇങ്ങനെ നയനെ ആദർശം ഇങ്ങനെ സംശയിച്ച് നോക്കിയിട്ട്, എന്താ തിരുമേനി പറയാൻ വന്നതെന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല, മുത്തശ്ശനും കുറേ വഴിപാടൊക്കെ നടത്തിയായിരുന്നു വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, അത് പറയാൻ വന്നതാ ഞാൻ എന്ന് പറയും. ഞങ്ങളുടെയും പ്രാർത്ഥന അതൊക്കെ തന്നെയാണ്, മുത്തശ്ശൻ ചെറിയൊരു പിണക്കത്തിലാണ് എന്നോട് എന്ന് പറയുമ്പം തിരുമേനി പറയുന്നുണ്ട്, എല്ലാം ഞാൻ അറിഞ്ഞു, പക്ഷേ സാർ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് തിരുമേനി പറയുമ്പം അതെല്ലാം വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ്, പല കാര്യങ്ങളും മനസ്സിലോർപ്പിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. പിന്നീട് ആദർശ് ബാക്കി വഴിപാടുകളൊക്കെ നടത്തുന്നു, അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം വണ്ടി പോവുകയാണെങ്കിലും മുത്തശ്ശനാകെ സങ്കടം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നിറഞ്ഞു വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം മനസ്സിൽ തന്നെ ഒതുക്കണ്ടേ, അതിൻ്റെ വിഷമമായിരിക്കും. അമ്പലത്തിൽ തൊഴുതിട്ട് ആദർശ് നയനെങ്കിലും തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് അബിയെയും കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഹോട്ടലിൽ കയറി കൊച്ചിന് നല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും കൊച്ച് വോമിറ്റ് ചെയ്യും. കൊച്ചിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയാണ് മേടിച്ച് കൊടുത്തത്, പിന്നെ നിർബന്ധിച്ച് തീറ്റിക്കുകയും ചെയ്തു, അതുകൊണ്ടാണ് കൊച്ച് വോമിറ്റ് ചെയ്തത്. അപ്പോൾ ദേഹത്ത് മൊത്തം ആയി എന്ന് പറഞ്ഞാൽ അബി കുഞ്ഞിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ അതിലൂടെ പോകുന്നതും വണ്ടി ഒതുക്കി ഇറങ്ങി ചെല്ലുന്നതും. എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പം കണ്ടില്ല, വയറ് നിറച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തു, എന്നിട്ട് മേത്ത് മൊത്തം ഛർദ്ദിച്ചു എന്ന് പറയുമ്പം നയന് ചോദിക്കുന്നുണ്ട്, അതിനെന്താടാ കുഴപ്പം, കുട്ടികളായ ഇങ്ങനെയൊക്കെ ചെയ്യും, അതിന് നീ കിടന്ന കൊച്ചിനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ഏട്ടത്തി ഞാൻ പേടിപ്പിച്ചൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം മോളോട് ചോദിക്കും, മോൾക്ക് എന്താ പറ്റിയത്, മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും അല്ല ഇവൻ മേടിച്ച് തന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. മോളെന്താ ഛർദ്ദിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒരുപാട് തീറ്റിച്ചു അതുകൊണ്ടാണെന്ന് പറയുവാണേ. അധികം ദേഷ്യം വരുന്ന എനിക്ക്, പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊച്ചിൻ്റെ മുഖം കഴുകടാന്ന് പറയും. അബി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊച്ചിൻ്റെ മുഖമൊക്കെ കഴിയിക്കുന്നുണ്ട്. കഴിച്ച് കഴിയുമ്പം നയന പറയുന്നുണ്ട്, നീ ഞങ്ങളവിടെ ഇല്ല എന്ന് കരുതി കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോയ പോലെ ഞങ്ങൾ തിരിച്ചു വരും, പിന്നെ നടക്കുന്നത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കുഞ്ഞിനോടും പറയുന്നുണ്ട്, കൊച്ചിനെ അബിയോ ജലജയോ ആരെങ്കിലും ഉപദ്രവിക്കുകയോ സങ്കടപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണം എന്നൊക്കെ. അതുപോലെ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം, നീ ഇപ്പോഴും
നിൻ്റെ ഭാര്യ AN ജ്വല്ലറിയിൽ മോഡലാക്കി വിട്ടിട്ട് ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അഭി പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് നീ നേരത്തെ കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജ്വല്ലറി വഴി വിറ്റതാണ്. ആ സ്വർണം ഏത് വഴിയാണ് വന്നത്, എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നന്ദു കണ്ടുപിടിച്ചതാണ്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തതുമാണ്. പക്ഷേ അതിനും മുകളിൽ വേറെ ആൾക്കാരുണ്ടോ എന്ന് ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യം പോക്കാ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ആദർശേനെ MD സ്ഥാനം പോയതിലും ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നന്ദുവാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാ എന്നും പറയുന്നുണ്ട്. ഏതായാലും കുറച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് ഇരുന്നോണം, നീ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുക കേട്ടോ വണ്ടിയിൽ കയറി. അതുപോലെ മോളോട് പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഇടയ്ക്ക് വന്നേക്കാമെന്നും മോള് അമ്മയുടെ കൂടെ ദേവേനയോട് കൂടെ ഇടയ്ക്ക് അങ്ങോട്ട് വന്നെന്നൊക്കെ പറഞ്ഞ് മോളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് നയനയും ആദർശയുടെ അങ്ങ് പോകുന്നത്. അവർ പോയി കഴിയുമ്പോൾ അഭി ദേ മര്യാദയ്ക്ക് ഇരുന്നോണം, ഇനി ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഛർദ്ദിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും ഭീഷണിപ്പെടുത്തി വണ്ടി കയറ്റി അവനും അങ്ങ് പോകും. അതിനുശേഷം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനിയോട് നയന മുത്തശ്ശനെ കണ്ട കാര്യം, മുത്തശ്ശൻ ഒന്നും സംസാരിക്കാതെ പോയ കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആകെ സങ്കടത്തിൽ ഇരിക്കുമായിരുന്നു ദേവയാനി. അമ്പലത്തിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വന്നു കഴിയുമ്പം അവരോട് പോയി ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ മോഹൻ തിരിച്ചു പോയത്, അവരോട് രണ്ടു വാക്ക് സംസാരിക്കാൻ മേലായിരുന്നോ, ആദർശ MD സ്ഥാനം ഉപേക്ഷിച്ചു, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിത്തന്നു, ഇനിയും അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കമ്പനിയുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തി കമ്പനിയെ നഷ്ടത്തിലാക്കിയവനാണ് ആദർശ്, അവനോട് സംസാരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നു. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് അവൻ മനഃപൂർവ്വം ചെയ്തതാണോ ഇതെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും എൻ്റെ വിശ്വാസം, അവനിലുള്ള എൻ്റെ വിശ്വാസമാണ് അവൻ തകർത്തത്, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് മുത്തശ്ശൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പം ദേവേനി പറയുന്നുണ്ട് അച്ഛ ഒരു കാര്യം ഓർക്കണം, അവിടെ നയനമോളുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണ്, അവൾക്കാകെ വിഷമമാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് ഞാൻ നയനെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, അവളിപ്പം അവളുടെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുവാണ്, ആ സ്ഥിതിക്ക് ഞാനിനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ അങ്ങ് പോവുകയാണ്. അന്നേരം ഇതൊക്കെ കാണുന്ന മുത്തശ്ശിക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും മുത്തശ്ശി ദേവേനോട് പറയുവാണ് പ്രായമായില്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സ്വഭാവ രീതികൾ, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ദേവേനി ചോദിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ കേൾക്കില്ലേ, അമ്മയുടെ മുമ്പിൽ മാത്രമാണ് അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് തലകുനിച്ച് തരുന്നത്, അതുകൊണ്ട് ആദർശനോട് ഇങ്ങനെ പെരുമാറരുത് എന്ന് പറയാൻ മേലെ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. തിരിഞ്ഞു പോകുമ്പോൾ മുത്തശ്ശിക്ക് ചെറിയൊരു പുഞ്ചിരിയാണ്. മുത്തശ്ശൻ്റെ മനസ്സെന്താണ് എന്ന് മുത്തശ്ശിക്ക് അറിയാലോ. അതുപോലെ ദേവേനി ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ആദർശ് അങ്ങോട്ട് അമ്പലത്തിലോട്ട് വന്നത് തന്നെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനും ശയനപ്രദക്ഷിണം ചെയ്യാനും ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി അതിന് ഇദ്ദേഹവും എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ ഇടയ്ക്ക് കയറി സംസാരിക്കും, ഇയാൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ട് പറയിപ്പിച്ചില്ല കേട്ടോ ആ സംഭവമൊന്നും. ഏതായാലും മുത്തശ്ശൻ്റെ ഈ പെരുമാറ്റത്തിൽ ആകെ വിഷമത്തിലാണ് ദേവയാനി. പിന്നെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് പത്രത്തിൽ വന്ന പരസ്യം നോക്കുവാണ് AN ജ്വല്ലറിയുടെ. 5 കിലോമീറ്ററിനിടയ്ക്ക് ഏതാണ്ട് 2 ജ്വല്ലറിയാണ് അവരുടെ വരാൻ പോകുന്നത്. അതിൻ്റെ പരസ്യം എന്നും മെയിൻ പത്രങ്ങളിൽ വരുന്നുണ്ട്. മോഡലായിട്ട് ഫ്രണ്ടിൽ തന്നെ നവ്യയുടെ ഫോട്ടോയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പോൾ ആദർശ് നയനോട് പറയുന്നുണ്ട് അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം എന്നറിയത്തില്ല, പരസ്യത്തിന് പോലും അവർ എന്തോരം പണമാണ് ചിലവാക്കുന്നതെന്ന് അറിയുമോ, നമ്മൾ പോലും പരസ്യം കൊടുക്കുന്നത് ആകെ വിഷുവിനോ ഓണത്തിനോ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ്, ഇവരങ്ങനെയല്ല, ഇവർ മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, അതിന് കുട പിടിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ട് എന്നതാണ് ഏറ്റവും സങ്കടാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഓ ചേച്ചി പോലും വലിയ മോഡലായി പോയില്ലേ എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നവ്യനെ കൊണ്ടെത്തിച്ചത് ഈ നയന തന്നെയാണല്ലോ. ഏതായാലും ആദർശ് പറയുന്നു കിരണിനെയും കല്യാണിയും ഒന്ന് കാണണമെന്ന്. അത് കഴിഞ്ഞ് അവർ അവിടെ പോയി കിരണിനെ കാണുന്നുണ്ട്. എന്നിട്ട് കിരൺ പറയുന്നുണ്ട് അവന്മാരെ കളിക്കുന്നത് മൊത്തം കള്ളക്കളികളാണ്, സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒരു കാര്യവും ചെയ്യുന്നത്, നിൻ്റെ മുത്തച്ഛൻ എന്ത് കാര്യവും തല പോയാലും സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ചെയ്യുള്ളൂ, അതുകൊണ്ട് വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട് നേരായ മാർഗത്തിൽ പോയ സത്യത്തിലേക്ക് എത്താൻ ഒരുപാട് കാലതാമസം എടുക്കും, എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ചില വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് ആദർശ് പറയുന്നുണ്ട്. അവർക്ക് എവിടെ നിന്നൊക്കെയോ കള്ളപ്പണവും കള്ളക്കടത്ത് സ്വർണ്ണവും ഒക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ജ്വല്ലറിയിൽ പണിക്കൂലിയില്ലാതെ സ്വർണം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഏതായാലും അവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടി കിരണും കല്യാണിയാണ് കയറിയിരിക്കുന്നത് പുതിയ ഷോറൂം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അതിനകത്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ആ വർക്ക് തീരുന്നതിന് മുമ്പ് അവരുടെ രഹസ്യങ്ങൾ മൊത്തം ചോർത്തിയെടുക്കണമെന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിൽക്കുന്ന അവരെ മൂന്നുപേരും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.